ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ 2-3 ദിവസം നമ്മുടെ വീഡിയോ ഒന്ന് ഡിലേ ആയിട്ടുണ്ട്. എനിക്ക് അതിനിടയ്ക്ക് 2 ദിവസം വയ്യായിരുന്നു. അത് കൂടാതെ 2 ദിവസം അടുപ്പിച്ച് നമുക്ക് ഫുഡിൻ്റെ ഓർഡറും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ആകെ മൊത്തത്തിൽ തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 2 ദിവസത്തെ നമ്മുടെ ഫുഡിൻ്റെ ഓർഡർ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യം നമുക്ക് കപ്പയും മീൻകറിയാണ് കേട്ടോ രാത്രി ഡിന്നറായിട്ട് കൊടുക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർഡർ വന്നതനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കപ്പ ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കപ്പയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് മണ്ണൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് എടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം വീണ്ടും കഴുകും കേട്ടോ. അങ്ങനെ കഴുകി കപ്പ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്തുവാണെങ്കിൽ ഉറക്കമൊക്കെ എണീറ്റ് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം പടം വരയ്ക്കാനാണെന്നും പറഞ്ഞിട്ട് ബുക്കൊക്കെ കൊണ്ട് വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് സമയം കാർട്ടൂൺ കണ്ടോളാനും പറഞ്ഞിട്ട് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് കുറച്ച് സമയം കാർട്ടൂൺ കാണട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് കപ്പയും കൊത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഹാളിൽ തന്നെ വന്നിരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കപ്പയൊക്കെ ഒന്ന് കൊത്തിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് വയ്യാഴിക ഉണ്ടായിരുന്നു. പക്ഷേ ഓർഡർ എടുത്തുകൊണ്ട് നമുക്കത് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ദിനൂനാണെങ്കിൽ ഓഫീസിൽ നിന്ന് നേരത്തെ വരാനും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ കപ്പയുടെ പണി അത് വലിയ പാടുള്ള പണിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ആ കപ്പയെല്ലാം അങ്ങനെ കൊത്തി അതിന് ശേഷം ഒന്നുകൂടെ കഴുകിയിട്ട് വലിയൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കപ്പ ഇട്ടിട്ട് നമ്മളൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ കപ്പയൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് കപ്പ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വേവുന്നതാണോ, വേവ് കുറഞ്ഞതാണോ, വേവ് കൂടിയതാണോ എന്നൊക്കെ. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന കപ്പയാണെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പ വേകുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങയൊന്ന് നമ്മൾ ചതച്ചെടുക്കുകയാണ് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുകയാണ്. പിന്നെ കപ്പ വേവിക്കുന്നതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി സെറ്റായിട്ടിരിപ്പുണ്ട്. ഇത് ഞാൻ രാവിലെ വെച്ചതാണ് കേട്ടോ. നല്ല അയല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല മീനായിരുന്നു കിട്ടിയത്. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ അതങ്ങ് കറി വെച്ചു. രാവിലെ വെക്കുവാണെങ്കിൽ വൈകിട്ട് കൊടുക്കാറാകുമ്പോഴത്തേക്കും എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ മീൻകറി ഇരിക്കും. അപ്പോൾ ആ മീൻകറി വെച്ചത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു വലിയ ഉരുളി വെച്ചിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് 1 ടീസ്പൂൺ കടുകിട്ടു. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവയും കൂടി ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മീൻ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് 2 പച്ചമുളകാണ് എടുത്തത്. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കുറച്ചധികം മീൻ എടുത്തിട്ടുള്ളതുകൊണ്ട് കുറച്ചധികം പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 8-9 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീൻകറി വെക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഇതിന് മുന്നേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം പൊടികളൊക്കെ ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നു കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് ചേർക്കുന്നത്. ഞാൻ പുളി കുറച്ചധികം വെള്ളത്തിൽ തിളപ്പിച്ചാണ് നമ്മുടെ മീനിനകത്തൊക്കെ ഇടുന്ന പുളി ഉണ്ടല്ലോ, അത് വാളംപുളി, അത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ പുളി ഇടാതെ ആ പുളിവെള്ളം മാത്രമാണ് കേട്ടോ അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പുളിവെള്ളം കുറച്ച് ഒഴിച്ച് ആ എണ്ണ തെളിയുന്നിടം വരെ ആ പൊടിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ചായിട്ട് ആ വെള്ളം ചേർത്ത് പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ, കട്ട കെട്ടാതിരിക്കാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് വെള്ളം ചേർത്ത് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതങ്ങനെ തിളച്ച് വരണം കേട്ടോ. ആ പുളിവെള്ളവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ സമയത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അയലയാണ്. മീൻ ഒരു 3 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു മീൻ. അപ്പം 3 കിലോ അയല നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനെല്ലാം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം ചാറ് വേണം. കാരണം കുറേ പേർക്ക് നമുക്ക് സെർവ് ചെയ്യാനായിട്ടുള്ളതായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചാറ് വേണം. അപ്പോൾ അത് മൂടി വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന്
തുറന്നിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ 2 സൈഡിൽ നിന്നും തുണിയൊക്കെ വെച്ചിട്ട് ഉരുളിയൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ ഇരുന്ന് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി ചാറൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ട് മീനൊക്കെ വെന്തോന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതങ്ങ് വാങ്ങി വെക്കുകയാണ് കേട്ടോ മൂടി. അങ്ങനെ കുറച്ചധികം സമയം അത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും മീൻകറിയൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടും. അങ്ങനെ സെറ്റായിട്ടുള്ള മീൻകറിയാണ് ഞാനിപ്പോൾ നിങ്ങളെ ആദ്യം കാണിച്ചത്. അങ്ങനെ മീൻകറിയൊക്കെ റെഡിയാക്കി രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ആ അരപ്പൊന്ന് വേവാനായിട്ട്. അപ്പോൾ ഞാൻ 2 പാത്രത്തിലായിട്ടാണ് കേട്ടോ വെക്കുന്നത്. കാരണം എനിക്ക് എല്ലാം കൂടെ ഒന്നിച്ച് കുഴച്ചെടുക്കാൻ പാടായതുകൊണ്ട് 2 പാത്രത്തിലായിട്ട് വെച്ചിട്ട് കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആദ്യത്തെ പാത്രത്തിലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ കപ്പപ്പുഴുക്ക്. അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് അധികം കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണയും കൂടെ പുറമേ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി അത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ അടുത്ത പാത്രത്തിലേതും കുഴച്ചെടുത്ത് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സാക്കി കപ്പപ്പുഴുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കപ്പപ്പുഴുക്കും അയല മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പാക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്ത് വെച്ചാൽ ആ സമയമാകുമ്പോഴത്തേക്കും ദിനു വന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ട് കൊടുത്തതന്നെ. എനിക്ക് തീരെ വയ്യാതിരുന്നത് കൊണ്ട് ദിനു ഓഫീസിൽ നിന്ന് വന്നിട്ട് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഓരോന്നും പാക്ക് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഉണ്ടാക്കി പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ തീരെ വയ്യാണ്ടായി. അങ്ങനെ ഫുള്ളായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. പാക്ക് ചെയ്ത് വെച്ചതൊക്കെ ദിനു കൊണ്ട കൊടുത്തു. പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ അത്. പിറ്റേ ദിവസം നമുക്ക് ഇടിയപ്പത്തിന് മുട്ടക്കറിക്കുമായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അതൊരാളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഓർഡർ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഉച്ചയായില്ല, ഒരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പരിപാടികളൊക്കെ പതുക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് 45 ഇടിയപ്പത്തിനാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തിൽ എഗ് റോസ്റ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഗ് റോസ്റ്റിന് എഗ്ഗൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 18 മുട്ട നമ്മളിതാ ബോയിൽ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കണമെങ്കിൽ കുറച്ചധികം സമയം എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് അത് ആദ്യം പുഴുങ്ങാനായിട്ട് വെച്ചു. ആ കൂട്ടത്തിൽ നമ്മൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് പൊടിയിട്ടിട്ടാണ് എപ്പോഴും കുഴയ്ക്കുന്നത്. അതാണ് എനിക്ക് കറക്റ്റ് ആവുന്നത്. അപ്പോൾ കുറച്ച് തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വലിയൊരു കുക്കറിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുന്നത്. കാരണം ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടിയും കൂടെ വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ. അങ്ങനെ മാവെല്ലാം കുഴച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എഗ് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ കൊടുത്തത് ദിനു ഒന്ന് കട്ട് ചെയ്ത് തരുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് 2 ദിവസം വയ്യായിരുന്നു. ആ 2 ദിവസം നമുക്ക് ഓർഡറും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദിനു എന്നെ ഹെൽപ്പ് ചെയ്യാണ് അരിഞ്ഞൊക്കെ. പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉരുളി വെച്ച് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് സവോളയൊക്കെ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം റോസ്റ്റ് അല്ലേ, അപ്പം സവോള വഴണ്ട് വരുമ്പോഴത്തേക്കും കുറേ അങ്ങ് ചുരുങ്ങി പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സവോളയൊക്കെ എടുത്തിട്ട് ദിനു അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇത് വഴണ്ട് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പകുതിയായിട്ട് കുറയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഞാൻ ഇടിയപ്പത്തിന് കുഴച്ച് വെച്ചതൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇടിയപ്പം ഉണ്ടാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പാത്രം ഉണ്ടല്ലോ, നമ്മുടെ ഇടിയപ്പത്തട്ട്, അതാകെ നമുക്ക് 9 എണ്ണം വെച്ചിട്ടേ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴേ ഇടിയപ്പത്തിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ച് കൊടുത്തു. ദിനു ആ ഇടിയപ്പമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി തരികയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വയ്യാതിരുന്നത് കൊണ്ട് ദിനു അവധിയായിരുന്നത് കൊണ്ടും രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചധികം പാടുപെട്ടേനെ. അപ്പോൾ 2 പേരും കൂടെ നമ്മൾ വിചാരിച്ചാലേ എല്ലാ കാര്യങ്ങളും, ഒരാളെ കൊണ്ട് തന്നെ നമുക്കൊരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ 2 പേരും ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇടിയപ്പം ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇടിയപ്പത്തട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതങ്ങനെ മൂടി വെച്ച് അവിടെ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം സവോളയൊക്കെ വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ചധികം കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് അത് മാറ്റി വയ്ക്കുകയാണ്. മുട്ട ഏറ്റവും അവസാനം നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ എഗ് റോസ്റ്റിൻ്റെ മസാലയും ഇടിയപ്പം ആകുന്നത് ചൂടാറി കഴിയുമ്പോഴത്തേക്കും പാക്ക് ചെയ്ത് മാറ്റിയും വെക്കുന്നുണ്ടായിരുന്നു ദിനു. അങ്ങനെ ഇടിയപ്പം റെഡിയായി കഴിയുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് ഇതിലേക്ക് തട്ടിയിടും. ചൂടൊന്ന് കുറച്ച് ആറി കഴിയുമ്പോഴത്തേക്കും ദിനു അത് പാക്ക് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ മുട്ടക്കറി നമ്മളിങ്ങനെയാണ് പാക്ക് ചെയ്ത് ഒന്നിച്ച് മതിയെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം മുട്ടയും അടിയിൽ കുറച്ച് ഗ്രേവി മുകളിൽ കുറച്ച് ഗ്രേവി അങ്ങനെയാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം
പാക്ക് ചെയ്തു. ഇടിയപ്പമാണെങ്കിലും നമ്മൾ 45 പറഞ്ഞത് ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞപ്പോൾ പാക്ക് ചെയ്തു. പിന്നെ നമ്മൾ മൊത്തത്തിൽ 55ഓളം ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ടും കൂടെ കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മുട്ടക്കറി എല്ലാം പാക്ക് ചെയ്തെല്ലാം കവറിലാക്കി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 2 ദിവസത്തെ ഓർഡറിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്